الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുറന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 3 വർഷക്കാലത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം പരസ്യമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ കുറേയേറെ ആളുകൾ ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് വന്നു. തിരുനബിക്ക് എതിരെ ഈ വന്നവർക്കെതിരെ ഒരുപാട് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആക്ഷേപ വർത്തമാനങ്ങളും ചീത്ത വിളികളും ഒക്കെയായി മക്കയിലെ സാമൂഹ്യ അന്തരീക്ഷം മുസ്ലിം സമൂഹത്തിന് എതിരായി വരും വിധമുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഭീഷണികളും പേടിപ്പെടുത്തലുകളും ഒക്കെയായി മുന്നോട്ട് പോയിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിപാടി, ഈ പ്രവർത്തനം, ഈ മാർഗത്തിലെ ഇടപെടൽ, തന്റെ പ്രബോധനം നിർത്തില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്ന ആളുകളെ അപായപ്പെടുത്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ മക്കയിലെ ഇസ്ലാം വിരുദ്ധ വിഭാഗം മുശ്രിക്കീങ്ങൾ ശ്രമിച്ചു. ചരിത്രം നമുക്കറിയാം. അങ്ങനെ തിരുനബിയുടെ കൂടെയുള്ള സഹാബയെ കിറാമിൽ പലരെയും പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മുമ്പിൽ നല്ല ഉദാഹരണമാണ്. അക്കൂട്ടത്തിൽ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ, ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോയി. നമ്മുടെ പുതിയ കാലത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മോബ് ലിഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം കൂടി നിന്ന് മർദ്ദിച്ച് കൊല്ലുന്ന പ്രവർത്തനം ഇന്ത്യയിൽ അത് പരിചിതമാണ്. മുഹമ്മദ് അഖ്ലാഖിന്റെ പശു ഇറച്ചി സൂക്ഷിച്ചു എന്ന പേരിൽ പെരുന്നാൾ ദിനം പരിസരത്തെ സഹോദര സമുദായ അംഗങ്ങളായ നോൺ മുസ്ലിംസിന് ഭക്ഷണം വരെ വിളമ്പി കൊടുത്ത ആ വീട്ടിൽ കയറി അദ്ദേഹത്തെയും കുടുംബത്തെയും മർദ്ദിച്ച് ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ട ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ആ കേസ് തള്ളിപ്പോകാനിരിക്കുകയാണ്. മോബ് ലിഞ്ചിങ് അവിടെ മുതൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. അപ്പൊ അതിനൊരു പഴയ കാലമാണ്. ഖുബൈബിനെ ഹാജരാക്കിയിരിക്കുന്നു. ഇവര് കഠിനമായ മർദ്ദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നേതാക്കന്മാർ നിന്ന് കണ്ട് ആസ്വദിക്കുന്നു, ചിരിക്കുന്നു. ഇതൊരു മാനസികാവസ്ഥയാണ്, ചരിത്രം അടയാളപ്പെടുത്തിയ മാനസികാവസ്ഥ. കൂട്ടത്തിലൊരു നേതാവ് ആക്ഷേപസ്വരത്തിൽ പരിഹാസത്തോടെ ഇങ്ങനെ ചോദിച്ചത്രേ, നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കൊല്ലേണ്ടത്? വെട്ടിക്കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, ഏത് രീതിയിലാണ് കൊല്ലേണ്ടത്? നീ പറഞ്ഞാൽ അങ്ങനെ നിന്നെ കൊന്നുതരാം. ആ വർത്തമാനത്തിന് മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ ആത്മാവ് ശരീരം വിട്ടുപോകും വിധമുള്ള ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കെ ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് കവിത ചൊല്ലിക്കൊണ്ടാണ്. ഒരു കവിത, ആ രണ്ടുപേരും ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലസ്തു ഉബാലി ഹീന ഉഖ്തൈദു മുസ്ലിമ ഫി അയ്യി ജംബിൻ കാന ഫിൽ ഇസ്ലാമി മസ്റഇ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ. രണ്ട് രീതിയിൽ ആ വരി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലസ്തു ഉബാലി ഹീന ഉഖ്തൈദു മുസ്ലിമ, മുസ്ലിമായി മരിക്കലാണ് എനിക്ക് പ്രധാനം. നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല. ലസ്തു ഉപാലിനെ പരിഗണിക്കുകയേ ഇല്ല. ഹീന ഉഖ്തൈദു മുസ്ലിമ, മുസ്ലിമായിട്ടാണ് ഞാൻ വധിക്കപ്പെടുന്നതെങ്കിൽ എനിക്കൊരു ഇഷ്ടമല്ല, നിങ്ങൾ എങ്ങനെ കൊന്നാലും. അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ മരണം അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കുക എന്നതാണ് എനിക്ക് പ്രധാനം. എപ്പോഴാണ് കവിത വരിക? നമുക്ക് ഒരുപാട് കവികളെ ചെയ്യണം. അവർക്ക് കവിത വരണമെങ്കിൽ നല്ല സന്ദർഭം ഒത്തുവരണം. ഒന്നുകിൽ അവർ പ്രകൃതിയെ നോക്കിയിരുന്നിട്ട് കവിത പറയും, ചിലപ്പോ കടൽ തീരത്ത് വന്നിരുന്നിട്ടായിരിക്കും കവിത എഴുതുക. അതല്ലെങ്കിൽ പിന്നെ പുതിയ കാലത്തെ ലഹരിയും മറ്റു സംഗതികളും കൂടെ ഉണ്ടാവണം. ഇവിടെ ജീവൻ ശരീരം വിടും വിധമുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം, ഒരു മുസ്ലിം ശത്രുവിന്റെ മുഖത്ത് നോക്കി കവിത ചൊല്ലുന്നു. വളരെ ആസ്വാദ്യത്തോടു കൂടി ഈമാനിന്റെ കരുത്ത് പ്രകടമാവുകയാണ്. നമുക്ക് ഏറെ പഠിക്കാനുണ്ട് നമ്മുടെ പുതിയ കാലത്തെ ചരിത്രത്തിൽ. മുസ്ലിമ, നിങ്ങൾക്ക് അധികാരത്തിന്റെ ബലത്തിൽ, ആൾക്കൂട്ടത്തിന്റെ തിന്നബലത്തിൽ, നിങ്ങളുടെ മസിൽ പവർ കൊണ്ടും നിങ്ങളുടെ ഭരണത്തിന്റെ പവർ കൊണ്ടും ഒക്കെ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേ. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ എനിക്കത് വിഷയമല്ല. എന്റെ മരണം അള്ളാഹുവിന്റെ മാർഗത്തിലാവണം എന്നേ എനിക്ക് നിർബന്ധമുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് മരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കൊന്നാൽ എനിക്ക് പ്രശ്നമല്ല. ശത്രു ഇതിലേറെ ഇളിപ്യനാവാൻ വേറെ ഒരു അവസരമില്ല. ഈമാനിന്റെ കരുത്തിൽ ശരീരത്തെ വിട്ട് ജീവൻ പോകും വിധം ക്രൂര മർദ്ദനം ഏറ്റുവാങ്ങുമ്പോഴും സമാധാനത്തോടെ നിന്ന് ശത്രുവിന്റെ മുഖത്ത് നോക്കി അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയാനുള്ള കരുത്തുണ്ടല്ലോ, ആ കരുത്ത് സാധ്യമാവുക വിശ്വാസികൾക്കാണ്. ഈ സംഭവം ഇപ്പോൾ ഓർക്കാൻ കാരണം ഈ നമ്മുടെ കേരളത്തിൽ കുറെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആത്മഹത്യ കുറവുള്ള ഒരു സംസ്ഥാനമാണ് പൊതുവെ കേരളം എന്നായിരുന്നു മുമ്പത്തെ വിലയിരുത്തൽ. പക്ഷെ പിന്നീട് കണക്കുകൾ വരാൻ തുടങ്ങി. കണക്കുകൾ വന്നു തുടങ്ങിയപ്പോ മലപ്പുറം ജില്ല പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടു. ആത്മഹത്യക്ക് ജില്ല തിരിച്ചുള്ള ഏറ്റവും കുറവ് മലപ്പുറത്താണെന്നാണ് കണക്കുകൾ. ഇത് കുറെ കൊല്ലം മുമ്പുള്ള 10-12 വർഷമുള്ള കണക്കാണ്. പിന്നെയും ഈ കണക്കിങ്ങനെ വന്ന് മതം തിരിച്ചുള്ള കണക്കായി ഇപ്പോൾ ഇപ്രാവശ്യം വന്നിരുന്നു. അങ്ങനെ അതിൽ ഏറ്റവും കുറവ് ആത്മഹത്യ മുസ്ലിം സമുദായത്തിലാണ് എന്നാണ് കണക്ക്. പക്ഷെ ഇപ്പോൾ ആത്മഹത്യ വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും മനുഷ്യന്റെ സാമൂഹ്യമായ മാനസികമായ അവസ്ഥയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദികളും ചർച്ച വരാൻ കാരണം തെക്കൻ കേരളത്തിൽ ചില ആത്മഹത്യ തുടരെ നടന്നു. അതെല്ലാം സംഘപരിവാരവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു നേതാവ് ആത്മഹത്യ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്തു. അതേ കാലം കൊണ്ട് തന്നെ വേറെ ഒരാൾ ആത്മഹത്യ ചെയ്തു. ശാഖയിലെ പീഡനത്തിന്റെ ഇരയായ ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഒടുവിൽ ആത്മഹത്യാ ശ്രമത്തിൽ ഒരു പെണ്ണ് പരാജയപ്പെട്ടു. ഇത്രയും ഒരു വിഷയത്തിൽ സംഭവിച്ചതാണ്. ഈ അടുത്ത് നമ്മുടെ സമൂഹത്തിന്റെ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വിഷയവുമായി കൃത്യമായി ചില കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് വലിയ പാഠമുള്ള ഒന്നാണ്. മുസ്ലിം സമുദായം ജീവിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ നമുക്ക് ഈമാൻ ഉറപ്പിക്കാൻ ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വെറുപ്പ് കൊണ്ടു നടക്കുന്നവർ, വെറുപ്പ് തിന്നു ജീവിക്കുന്നവർ, മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നവർ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, റാഷിസത്തിന്റെ, ഫാഷിസത്തിന്റെ, ഹെയ്റ്റിന്റെ, വംശീയതയുടെ, വംശീയ ഉന്മൂലനത്തിന്റെ പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അവസ്ഥ അവർ ഭീരുക്കളാണ് എന്നതാണ്. ഇത് ഈ വിഷയകമായ കൃത്യമായ ഒരു പഠനമാണ്. കൂടുതൽ അറിവ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ കിട്ടും. ഇന്ന് വിജ്ഞാനങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ വിഷയത്തിൽ നല്ല പഠനങ്ങളുണ്ട്. ഏതേലും കാലഘട്ടത്തിൽ മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഏതേലും പ്രത്യയ ശാസ്ത്ര രംഗത്ത് വന്നിട്ടുണ്ടോ, അതിനകത്തുള്ള മുഴുവൻ മനുഷ്യരും പേടിത്തൊണ്ടന്മാരും ഭീരുക്കളും ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവരും വലിയ അളവിൽ നിരാശയിൽ കഴിഞ്ഞുകൂടി അവസാനം സ്വയം ഹത്യ, ആത്മഹത്യ നടത്തുന്നവരുമാണ്. ഹിറ്റ്ലറുടെ ജർമ്മനി നല്ല പാഠമാണ്. ചരിത്രം മുമ്പിൽ വെക്കുക ആ പാഠഭാഗത്തെയാണ്. നാസി പാർട്ടിയുടെ ബലത്തിൽ അവിടെയുള്ള മറ്റെല്ലാവരെയും കൊന്നുകളയാൻ തീരുമാനിച്ച് ഇങ്ങനെ മോബ് ലിഞ്ചിങ്ങും കൂട്ടക്കൊലയും ഗ്യാസ് ചേമ്പറുകളായും ശരീരത്തിലെ മുഴുവൻ രക്തം ഊറ്റിയെടുത്ത് ജീവച്ചവങ്ങളാക്കി കൊല്ലാൻ വിട്ടു. കൂട്ടത്തോടെ കുഴിമാറുകൾ അടക്കിയുമൊക്കെ ഒരുപാട് മനുഷ്യരെ കൊന്നുകളഞ്ഞ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ നാസിസത്തിന്റെ ഫാഷിസ വക്താക്കളൊക്കെ ഒടുവിൽ ഹിംലറും ഗീബൽസും ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത ചരിത്രം അതൊക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. അതുകൊണ്ട് ഫാഷിസവും വെറുപ്പും കൊണ്ട് നടക്കുന്ന ഏതൊരു ശക്തികളും അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ജീവിതത്തിൽ അവർ കരുത്തർ, നിങ്ങൾ വിചാരിക്കുക അവർ കരുത്തല്ല, ദുർബലരാണ്. അവർ എന്തിനും പോലും ധരിക്കുകയാണ്, അവർ ഒന്നിനും പോരാത്തവരാണ്. അവരോട് നിങ്ങൾക്ക് ഇടപെടാൻ, നേരിടാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്ത് മതി എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കാരണം അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ജീവിതത്തിൽ. ഇസ്ലാം ആവട്ടെ പ്രതീക്ഷയെ നൽകുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറ യൂസുഫ് 87-ാം വചനത്തിൽ, ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികളാണ് നിരാശരാവുക. നിഷേധികൾ, കാഫിരീങ്ങൾ, അവരുടെ ഒരു ക്വാളിറ്റിയാണ് നിരാശ, പ്രതീക്ഷയില്ലായ്മ. കാരണം അവർക്ക് വിശ്വാസത്തിന്റെ കരുത്തോ ബലമോ ഇല്ല. വിശ്വാസത്തിന്റെ ബലത്തിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പാട്ട് പാടിയില്ലേ, തന്നെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ? അത് ഈമാനിന്റെ കരുത്താണ്. അല്ലാഹുവിനുള്ള പ്രതീക്ഷ, സ്വർഗത്തിലുള്ള പ്രതീക്ഷ, ദീന്റെ മാർഗത്തിൽ ജീവിച്ചതിന്റെ കരുത്തും ബലവും നൽകുന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് ഈ ശത്രുവിന് ചിലപ്പോൾ എന്നെ കൊന്നുകളയാൻ കഴിഞ്ഞേക്കും, പക്ഷെ എന്നെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവിടെയുള്ള സ്വർഗത്തെ സ്വപ്നം കാണും എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന കരുത്ത് മുസ്ലിം സമൂഹത്തിന് സാധ്യമാകും. സൂറ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തേക്ക് 3 പ്രവാചകന്മാരെ അയച്ച കഥ പറയുന്നു. ഖുർആനിലെ ഒരു കഥയും വൃഥാവിലല്ല. 2 പ്രവാചകന്മാർ വന്നു. അവർ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പ്രബോധന പ്രവർത്തനങ്ങൾ അക്ഷീണം അനവരതം തുടർന്നു. പക്ഷെ ജനം അവരെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരുടെ കുറച്ചു പേര് മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ. ആ പ്രവാചകന്മാർക്ക് നേരെ അവർക്ക് സാധ്യമുള്ളത് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അല്ലാഹു ഒരാളെ കൂടി അയച്ചു. അവരങ്ങനെ ശക്തിപ്പെടുത്തി 3 പേർ ഒരേ സമയം ഇസ്ലാമിന്റെ മാർഗത്തിൽ. പക്ഷെ സമൂഹം നിഷേധിക്കൂട്ടം അവിടെ തന്നെ നിന്നു. അപ്പോ വിശുദ്ധ ഖുർആൻ പറയാം, ആ പട്ടണത്തിന്റെ നഗരത്തിന്റെ അങ്ങേറ്റ ഒരാൾ ധൃതിയിൽ വന്നു. അവരിൽപ്പെട്ട ഒരാൾ, വിശ്വാസം സ്വീകരിച്ച ഒരാൾ. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകൻ വിശ്വസിക്കും. ആ ഭാഗം സൂറത്ത് യാസീനിലുണ്ട്. ഞാൻ ഈ പ്രവാചകൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം പ്രവാചകന്മാരെ സപ്പോർട്ട് സംസാരിച്ചു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് അവിടെ ഖുർആൻ പറയുന്നില്ല. ശേഷം അടുത്ത ആയത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ലഭ്യമായ ഈ സ്വർഗീയമായ സ്വീകരണം എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ജനസമൂഹം കൊന്നുകളഞ്ഞു. അതാണ് മോബിലിന്റെ അടുത്ത ഉദാഹരണം ഖുർആൻ. ഇസ്ലാമിന് വേണ്ടി സംസാരിച്ച വ്യക്തിയെ അവർ തല്ലിക്കൊന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗത്തിലെ മലക്കുകൾ വന്നിട്ട് സ്വർഗത്തിലെ കൂട്ടിക്കൊണ്ടുപോയപ്പോ അദ്ദേഹം പറയാം, എനിക്ക് കിട്ടിയ ഈ സ്വീകാര്യത, തമ്പുരാന്റെ ഭാഗത്തുള്ള ഈ സൽക്കാരം, സ്വീകരണം, അത് എന്റെ കൗം അറിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുക. ഇത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്.
ഈമാനിന്റെ കരുത്തും ഈശ്വപ്രതീക്ഷയുമാണ് വിശ്വാസം കൈമുതലായി വരേണ്ടത്. വിശ്വാസിക്ക് നിരാശയുണ്ടാവില്ല. അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശപ്പെടുകയില്ല. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളല്ലാതെ. നിഷേധികളുടെ അടയാളമാണ് നിരാശ. വീണ്ടും ഖുർആൻ പറയുന്നത് അൽ-ഹിജ്ർ 56-ാം വചനം, വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ പറയുന്ന വർത്തമാനമായിട്ടാണ് ഈ ഭാഗം ഖുർആൻ വന്നിരിക്കുന്നത്. വമൻ യഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ആരാണ് നിരാശരാവുക? തമ്പുരാന്റെ കാരുണ്യം. അല്ലാഹ് ഞങ്ങളുടെ കൂടെ അള്ളയുണ്ട്, ഞങ്ങൾ നാഥന്റെ മാർഗത്തിലാണ്, അവന്റെ കിതാബും സുന്നത്തും മുറുകെ പിടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞങ്ങൾ മുസ്ലിം സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കരുത്ത് ഞങ്ങളുടെ നാഥനാണ്, ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ വിജയം അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരു വേള ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാം, പക്ഷെ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾ സ്വയം തോൽക്കുകയാണ് ചെയ്യുക എന്ന് മനസ്സാ പറയാൻ കഴിയുന്ന ആത്മഗതത്തിന്റെ ഒരു കരുത്ത്, ഉൾക്കരുത്ത് നേടിയെടുക്കുന്നിടത്താണ് വിശ്വാസികളുടെ വിജയം. അതുകൊണ്ടാണ് വഴികേടിലായവർ, ആരാണ് ദലാലത്തിലായവർ? പ്രതീക്ഷയില്ലാത്തവർ. ആരാണ് വഴികേടിലായവർ? ഈ മതത്തിലായിരിക്കത്തിനെ പ്രതീക്ഷയില്ലാത്തവർ. അങ്ങനെ ഒരു കൂട്ടരോട് നമുക്കിടയിൽ പേടിയാണ്, ഭയം പറിച്ചു കളയാത്ത കാലത്തോളം ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കഴിയില്ല. ഭയമാണ്, സംഘപരിവാരത്തെ ഭയം, ഭരിക്കുന്നവരെ ഭയം, ഇവിടത്തെ സംഘപരിവാരത്തിന്റെ അടിമകളായി പോയ ഇലക്ഷൻ കമ്മീഷനെ ഭയം, ഇവിടത്തെ കോടതിയെ ഭയം, എല്ലാവരെയും ഭയം എന്നത് വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ഖുർആൻ പറയുന്നുണ്ട്, ശൈത്താന്റെ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശൈത്താന്റെ ആളുകളുടെ അടയാളം ഭയമാണ്. അള്ളാഹുവിന്റെ ആളുകളുടെ അടയാളം കരുത്താണ്, ഈമാന്റെ കരുത്ത്. അത് കൃത്യമായിട്ട് പഠിപ്പിക്കാം. അള്ളാഹുവിന്റെ കാലം അള്ളാഹുവിന്റെ കാലത്ത് നിരാശ പാടില്ല. അങ്ങനെ നിരാശപ്പെടുന്ന വഴികേടിലായവരാണ്. അപ്പൊ നമസ്കരിച്ചു കൊണ്ടിരിക്കെ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായിരിക്കെ വഴികേടിലായി പോയൊരു കൂട്ടർ, നിരാശ കഴിപ്പെട്ടു പോകുന്നവർ, ഭയപ്പാട് ജീവിക്കുന്നവർ. അത് നിരാശ കഴിപ്പെടലും ഭയപ്പെടലും ഒക്കെ വിശ്വാസിയുടെ ഗുണമല്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഇസ്ലാം. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ എതിർപക്ഷത്ത് മുസ്ലിം സമുദായത്തെ ഇല്ലാതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ അടയാളപ്പെടുത്തിയെടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വംശീയതയും വെറുപ്പും പ്രചരിപ്പിക്കുന്നവർ ഭീരുക്കളാണ്. ഇതൊരു തിരിച്ചറിവാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ട പാടാണ്. മുസ്ലിം സമുദായത്തിന് ഈ വക ക്ലാസ്സുകൾ കൂടി കിട്ടണം. കാരണം ഇതൊന്നും വെറുതെ നടക്കുന്ന കാര്യമില്ല. മുസ്ലിം സമുദായത്തിന് ആത്മഹത്യ ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. കുറവാണോ? മറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. കൂടി വരുന്നുണ്ടോ? നേരത്തെ ഉള്ളതിനേക്കാൾ കൂടി വരുന്നുണ്ട്. ഇത് വേറൊരു പഠനമായി നമ്മൾ നടത്തണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠഭാഗത്തിന് എതിരായി സംഭവിക്കുന്ന പ്രശ്നങ്ങളെ ശരിക്കും നമ്മൾ അഡ്രസ് ചെയ്യണം. മഹല്ലുകൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സംഘടനകൾ, അങ്ങനെ ഈ സമുദായത്തെ കരുത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആന്തരികമായ അരക്ഷിതാവസ്ഥയും ഭീരുത്വവും നിരാശയുമെല്ലാം അട്ടിപ്പേറായി കിടക്കുന്നതാണ് ഇസ്ലാമിന്റെ എതിരാളികളുടെ അവസ്ഥ എന്നാണ്. നിങ്ങൾ ഫിലസ്തീൻ വിഷയം പഠിക്കുമ്പോൾ നിങ്ങളുടെ വായനയിൽ വരാനുണ്ടാകും, ഒരുപാട് ഇസ്രായേൽ പട്ടാളക്കാർ ആത്മഹത്യ ചെയ്യുന്നു. നിരന്തരമായി വാർത്ത വരുന്നതാണ്. അവരെ കൊണ്ടുപോയി ജയിലിട്ട് പീഡിപ്പിച്ച അവസരമായിട്ട് ഒരുപാട് ഫിലസ്തീനികളുണ്ട്. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, മക്കൾ, ടീനേജുകാർ, അവരെല്ലാം പിടിച്ചുകൊണ്ട് വർഷങ്ങൾ ജയിലിട്ട് അവസാനം വിളറി വെളുത്ത് എല്ലും തോലുമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ല. എല്ലാ സൗകര്യമുള്ള കവചിത വാഹനത്തിനകത്തിരുന്ന് തങ്ങൾക്ക് നേരെ വരുന്ന ഏത് ആക്രമണത്തെയും തടയാൻ സംവിധാനമുള്ള, ലോകത്തെ അറിയപ്പെടുന്ന ശക്തിയുടെ സകല പിൻബലമുള്ള ഈ പട്ടാളക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്നു. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കരുത്ത്. അതൊരു പ്രത്യേകമായ വിഷയമാണ്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ കരുത്ത് അപാരമാണ്. അത് തമ്പുരാൻ നൽകുന്ന കരുത്താണ്. കാരണം ഇസ്ലാം വെറുപ്പിനെ പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. തന്റെ കൂടെയുള്ള മനുഷ്യരെ വെറുക്കാനും അകറ്റാനും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് തആറുഫിന്റെയും തആയിഷിന്റെയും സന്ദേശമാണ്. അത് ഖുർആന്റെ പദപ്രയോഗമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില തആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. സൂറ അൽ ഹുജറാത്ത്. മനുഷ്യരെ നിങ്ങളെ ഒരാളിൽ നിന്ന് ഒരു പെണ്ണിൽ സൃഷ്ടിച്ചിരിക്കുക, നിങ്ങൾ ഒന്നാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ ഒന്നാണെന്ന വിശാലതയെ നമ്മുടെ നെഞ്ചകത്തേക്ക് ഇസ്ലാം ഇട്ട് തരികയാണ്.
നമ്മുടെ ഹൃദയം അങ്ങ് തുറന്നു വെക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിശാലത നേടുന്നിടത്ത് നമ്മൾ മാനസികമായി കരുത്തരാവുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. ആളുകളെ വെറുക്കാൻ പഠിക്കുന്നിടത്ത് നിങ്ങൾ ദുർബലരാവുകയാണ്. സംഘപരിവാരത്തെ പഠിപ്പിക്കേണ്ട പാഠായി. എന്താണ് മുസൽമാന്മാർക്ക് കരുത്തിന്റെ അടയാളം? അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. വെറുക്കുക, അവനെ വെറുക്കുക, മുസ്ലിമിനെ വെറുക്കുക. മുസ്ലിം എന്ന പേരുണ്ടായാൽ ഈ അടുത്ത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച് ക്രിസ്ത്യാനിയായി, ക്രൈസ്തവ പാതിരിയായി, അങ്ങനെ പള്ളികളിലും മറ്റ് പ്രഭാഷണം നടത്തി ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടി ഒരുപാട് പൈസ സമാഹരിച്ച് ഒടുവിൽ അവർ തമ്മിൽ കുടുംബ പ്രശ്നമായപ്പോ ഈ ചങ്ങാതിയെ കുറിച്ച് അവൻ പഴയ സുലൈമാനാണെന്നാണ് ഇവിടുത്തെ സംഘപരിവാരം എടുത്തത്. അവൻ സുലൈമാനായിരുന്നു മുമ്പ്. അപ്പൊ സുലൈമാനായതുകൊണ്ടാണ് ഇവൻ ക്രിസ്ത്യാനിയായി മാമോദിസ മുങ്ങിയിട്ടും അവൻ ചെയ്തു കൂട്ട അന്യായ സമുദായത്തിന്റെ പേരിൽ തന്നെ വെക്കാനാ ശ്രമിക്കുന്ന വെറുപ്പ്. അങ്ങനെയാണ് പഠിക്കുക. ഇത് നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുറത്തുള്ള വിഷയങ്ങളല്ല. പഠിക്കാൻ ഇത് കാര്യമില്ല. വെറുപ്പ് പ്രചരിപ്പിക്കുന്ന സംവിധാനമാണ്. ഹെയ്റ്റ് പ്രചരിപ്പിക്കുക, വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നിടത്ത് അത് ഉൾക്കൊള്ളുന്ന, അത് തിന്നുന്ന, അതിൽ ജീവിക്കുന്ന, അത് മാത്രം വായിക്കുന്ന, അത് മാത്രം കേൾക്കുന്ന, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ അത്ര അധ്യാപകങ്ങൾ മാത്രം വായിൽ വെച്ച് വർത്തമാനം പറയുന്ന ആളുകൾക്ക് വരാനായിട്ട് നിരാശയും ഭീരുത്വവും ആത്മഹത്യയുമാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉൾക്കൊള്ളുക. നിങ്ങൾ ഇന്ന അക്രമക്കും ഇന്റർനായി അത്തുക്കാക്കും അള്ളാഹുവിന്റെ വിധിവിലക്കൾ പാലിച്ചുകൊണ്ട് ആര് നന്നായി ജീവിക്കുന്നുവോ അവരാണ് ഉന്നതർ, അവരാണ് മാന്യർ, അവരാണ് ബഹുമാനം, അവർക്കാണ് കറം, ഔന്നിത്യവും ഡിഗ്നിറ്റിയും ഉള്ളത് പഠിപ്പിച്ചു ഇസ്ലാം. അതുകൊണ്ട് നിങ്ങളെ വിവിധ വർഗങ്ങളായി, വർണ്ണങ്ങളായി, ദേശക്കാരായി, ഭാഷക്കാരെ വിഭജിച്ചത് ഈ തിരിച്ചറിയാൻ വേണ്ടി. തിരിച്ചറിയുക, ഒത്തുജീവിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് വളരാൻ നമ്മെ ഇസ്ലാം പഠിപ്പിച്ചു. ആ വിശാലം നമ്മുടെ മനസ്സിലുണ്ട്. അത് പ്രവാചക അധ്യാത്മ മർമ്മമാണ്. എന്നല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു ക്രമത്തിലാണ്. ഏറ്റവും നന്നായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഖുർആനിന്റെ വാക്യസൂറ അൽ-അൻആം 108 വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹനെ വിട്ട് മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. വിഗ്രഹ പ്രതിഷ്ഠകളെ ഉപാസിക്കുന്നവർ, ബഹുദൈവത്വവും ത്രിത്വവും ഒക്കെ പ്രചരിപ്പിക്കുന്നവർ, അങ്ങനെ പല ജാതി സംവിധാനങ്ങൾ. അങ്ങനെയുള്ള ആളുകളുടെ ആരാധനാമൂർത്തികളെ വലാ തസുബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുത്, അപഹസിക്കരുത്, അസഭ്യം പറയരുത്, അശ്ലീലം പറയരുത്. വലാ തസുബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കുക. അരുതെന്ന് ഖുർആൻ പറയാം. അങ്ങനെ നിങ്ങൾ ചീത്ത വിളിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ആരാധനാമൂർത്തി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് അള്ളയാണ്. അള്ളാനെ തെറി വിളിക്കും, അള്ളാനെ ചീത്ത വിളിക്കും. അതുവൻ ശത്രുത കൊണ്ട്, വെറുപ്പ് കൊണ്ട്, ശത്രു കൊണ്ട് അങ്ങനെ തെറി വിളിക്കും. അള്ളാഹുവിനെതിരെ, ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിന് നേരെ അവർ തിരിയും. യഥാർത്ഥത്തിൽ അവരെ സൃഷ്ടിച്ചത്, അവർക്ക് അന്നം നൽകുന്നത് എല്ലാം അള്ളയാണെന്ന് യാഥാർത്ഥ്യം അറിയാതെ അവരെ കൂടി സൃഷ്ടിച്ച നാഥനെ അവർ തെറി പറയുന്ന, ചീത്ത അവസ്ഥ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മതക്കാർ ജീവിക്കുന്ന ഒരു സാമ്യക്രമത്തിനകത്ത് ഏറ്റവും നന്നായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു ഇസ്ലാം. ഇത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് അഭിമാനിക്കാൻ, ആരോട് പറയാം ഞങ്ങളുടെ മതം ഇതാണ്. ഞങ്ങൾ മനുഷ്യരെ വെറുക്കാൻ പഠിക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യർക്കുള്ള ഒത്തുജീവിക്കാനാണ് പഠിച്ചത്. അവിടെ വിശ്വാസം, അവിടെ ക്രമമാണ്. ഞങ്ങളുടെ വിശ്വാസം പാലിക്കാൻ ഞങ്ങൾക്കുള്ള അവകാശമുണ്ട്. അത് തടയാതിരുന്നാൽ മതി. ഞങ്ങളുടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹമാണ് എന്ന ഈ പാഠം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിശാലതയുള്ളവരായി തീരുകയാണ്. നമ്മുടെ മനസ്സ് വിശാലമാവുകയാണ്. ആ വിശാലതയാണ് നമ്മുടെ കരുത്ത്. അതീമാന്റെ കരുത്താണ്. വെറുക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ വിശാലത ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് വെറുപ്പ് ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും, ചെറിയ പ്രശ്നങ്ങൾ മതി അവർ നിരാശയുടെ പടികളിലേക്ക് വീഴുമെന്നും അവർ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ നമ്മൾ ശരിക്കും ഈ പുതിയ കാലഘട്ടത്തിൽ പഠിക്കണം. അത് സംഘപരിവാരത്തെ കാത്തിരിക്കുന്ന വിധി തീർപ്പാണ്. അങ്ങനെയുമുണ്ട് ചില കാര്യങ്ങൾ. ഭീരുക്കളായിട്ട് അവർ നിരാശരായി ജീവിക്കും. നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകും. ഇസ്ലാം ആവട്ടെ മുസ്ലിം സമൂഹത്തിന് ഈ വിശ്വാസം നൽകിക്കൊണ്ട് ആത്മഹത്യക്ക് ശക്തമായ ഒരു ബോധം നൽകിയിരിക്കുകയാണ്. അള്ളാഹു നൽകിയ ജീവനാണ്, അത് തിരിച്ചെടുക്കാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹു നൽകിയ ജീവിതമാണ്. ജീവൻ നൽകിയ തമ്പുരാന് മാത്രം തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ എന്ന ഖുർആന്റെ അധ്യാപനം ഏറ്റവും വലിയ അധ്യാപനം. ബാക്കിയെല്ലാം വിശദീകരണമാണ്. ഹദീസ് ഉൾപ്പെടെ
നിങ്ങൾ സ്വയം നാശത്തിലേക്ക് വീഴാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങളുടെ ജീവിതം നിലനിൽപ്പ് അപകടത്തിലാക്കുക എന്ന നാശത്തിലേക്ക് വീഴലാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും നന്നായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനം ഉൾക്കൊണ്ട് തിരുചര്യയെ ജീവചര്യയാക്കിക്കൊണ്ട് നിങ്ങൾ കരുത്തോടെ മുന്നോട്ട് പോകണം. അത്തരം മുഹ്സിനീങ്ങളെ സുഹൃത്തവന്മാർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്, ആത്മഹത്യ നടത്തരുത്, സ്വയം കൊല ചെയ്യരുത്. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് കരുണയുള്ളവനാണ്. ഏത് പ്രതിസന്ധിക്ക് ഒരു പരിഹാരം, പ്രയാസത്തിനപ്പുറത്തൊരു എളുപ്പമുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ കരുത്തിനെ നിലനിർത്തുക, നിങ്ങളുടെ വിശ്വാസത്തെ ഊതി കാറ്റി തേച്ച് മിനുക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രതീക്ഷാ നിർഭരമായി ഉൾക്കൊള്ളുക. എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരുണ്യമുള്ള നാഥൻ, കരുണാവരുത്തവൻ നിങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വയം ഹത്യയ്ക്ക് ഇടവരരുത്. അറബി ഭാഷയിൽ, ഖുർആന്റെ ഭാഷയിൽ ഖത്ലുൻ നഫ്സ് എന്നാണ് ആത്മഹത്യക്ക് പറയാം. സ്വയം കൊല ഏത് രീതിയിലായിരുന്നു? അറബി ഭാഷയിൽ ഇന്തിഹാർ എന്നാണ് പ്രയോഗം, ആത്മഹത്യ. തൂങ്ങിച്ചാവുക എന്ന മലയാളത്തിലെ പ്രയോഗം അറബി ഭാഷയിലില്ല. പഴയ കാലത്ത് എന്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളികൾ ഗൾഫിൽ പോയി ജോലി ചെയ്ത് ആത്മഹത്യ ചെയ്യും, തൂങ്ങിച്ചാവും. അപ്പൊ അറബിക്ക് ഇത് പറയാൻ അറിയില്ല, കാരണം അവന്റെ ഭാഷയിൽ തൂങ്ങിച്ചാവുന്ന പ്രയോഗമില്ല. അപ്പോ ഒന്നിച്ച് താമസിക്കുന്ന കൂട്ടത്തിൽ ഒരു മലയാളി നോൺ മുസ്ലിം ആത്മഹത്യ ചെയ്തപ്പോ അറബി ആ വിഷയം ഒന്ന് പറഞ്ഞത് മലൈബാരി ലിപ്റ്റൻ ടീ, മലൈബാരി ലിപ്റ്റൻ ടീ എന്നാണ്. ലിപ്റ്റൻ കമ്പനിയുടെ ചായ ഉണ്ട്, ടീ ബാഗ്. അപ്പൊ കയറിനെ തൂങ്ങി നിൽക്കുകയാണ് ബാഗ്. ഇത് വെച്ചിട്ടാണ് മലൈബാരി ലിപ്റ്റൻ ടീ, മലൈബാരി ആത്മഹത്യമായി പറയുന്നത്. അപ്പൊ ഒരു ഭാഷയ്ക്ക് ഇത്തരം ആത്മഹത്യയുടെ പദങ്ങൾ ഇല്ലാതെ വരുന്നു എന്ന് പറയുമ്പോ ആ ഭാഷ ഇസ്ലാമിന്റെ ഖുർആന്റെ ഭാഷയാണ്. ജീവിക്കുന്നവർക്ക് ആത്മഹത്യ പരിചയമില്ല. ഇതിനപ്പുറത്ത് ഉത്ബോധനം ആവശ്യമുണ്ടോ? നമ്മൾ ഈ പാഠത്തെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കണം, നമ്മുടെ സഹോദരിമാരെ പഠിപ്പിക്കണം. ഇസ്ലാം നൽകുന്ന കരുത്തിൽ സംഘപരിവാരം അതീശത്വം ഉറപ്പിച്ച ഇന്ത്യക്കകത്തും പ്രതീക്ഷയോടെ ജീവിക്കാൻ കരുത്തുള്ളവരായിട്ട് മാറണം. അങ്ങനെ കരുത്ത് കാണിക്കാൻ നമുക്കേ കഴിയൂ. ഇത് പുതിയ കാലത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു പാഠമാണ്. മുസ്ലിം സമുദായത്തിനകത്ത് ആത്മഹത്യ കൂടി വരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ. ഇന്ന് നിങ്ങൾ നോക്കൂ, എല്ലാം കൊണ്ടിരിക്കുന്ന കാരണന്മാർക്ക് പരിചയം ഉണ്ടാവും. നേരത്തെ ഉള്ളതിനേക്കാൾ ഈ പ്രവണത കൂടി വരികയാണ്. അതുകൊണ്ട് നമുക്കൊരു ഉത്ബോധനം ശരിക്കും നടക്കണം. ഇസ്ലാമിനെ ശരിയായി പഠിക്കുന്നവർക്ക് ഇത്തരം പ്രതിസന്ധി വരില്ല. മുസ്ലിം സമുദായത്തിനകത്തുണ്ടാവേണ്ട ഉഖ്വത്ത്, റഹ്മത്ത്, നസീഹത്ത്, ഈസ, നമ്മൾ കുത്തുബയിൽ കേൾക്കുന്ന പറയുന്നത് ഉഖ്വത്ത്, സാഹോദര്യം, മുസ്ലിമീങ്ങളുടെ തമ്മിൽ സാഹോദര്യം, ആദർശ ബന്ധുത്വം, റഹ്മത്ത്, കാരുണ്യം, നസീഹത്ത്, ഗുണകാംക്ഷ, അവരന്റെ ഗുണം വരണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കൽ. അതുപോലെ തന്നെ ഈസ, മറ്റവൻ നമ്മളെക്കാൾ മുൻഗണന കൊടുക്കൽ. ഈ അടിസ്ഥാന ഗുണങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ആദർശ കെട്ടുറപ്പിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രതിസന്ധിയുള്ളവരെ കൈത്താങ്ങാൻ നിന്നുകൊണ്ട് സഹായിക്കാൻ, പ്രയാസപ്പെടുന്നവനെ കൂടെ നിർത്താൻ, അവന്റെ പ്രശ്ന പരിഹാരം കാണാൻ, അങ്ങനെ ചാരിറ്റിയുടെയും സഹായത്തിന്റെയും സേവനത്തിന്റെയും സതുപദേശത്തിന്റെയും കൗൺസിലിംഗിന്റെയും എല്ലാം ഭാഗമായുള്ള ഒരു വല്ലാത്ത ഒരു കെമിസ്ട്രി, ഒരു രസതന്ത്രം ഈ സമുദായത്തിനകത്ത് പ്രവർത്തിക്കണം. നിങ്ങളെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് കരുണ കാണിക്കുവിൻ, ആകാശ ലോകത്ത് തമ്പുരാനോട് കരുണ കാണിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അവസ്ഥയെ മറികടക്കുന്നിടത്താണ് നമ്മുടെ സമുദായവും പരാജയപ്പെട്ടു പോവുക. തിരുവനന്തപുരത്തൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, വിശ്വാസം ഉറക്കാത്ത കാലത്തോളം നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തില്ല. കേവലം മുസ്ലിം നാമധാരികളെ സ്വർഗം കാത്തിരിക്കുന്നില്ല. സ്വർഗം കാത്തിരിക്കുന്ന ഉറച്ച വിശ്വാസികളെയാണ്. അതുകൊണ്ട് വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവില്ല. നമുക്കിടയിൽ ഒരു ആത്മാർത്ഥമായ സ്നേഹം മുസ്ലിം സമുദായത്തിനകത്ത് നിർബന്ധമായി മനുഷ്യർ ഉൾക്കൊള്ളുന്ന വിശാലത രണ്ടും കൂടി നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവില്ല. അവല അതുല്ലുക്കും അലാ ഷൈഇൻ, ഞാനൊരു കാര്യം അറിയിക്കട്ടെ റസൂലുള്ളാഹി, ഇദാ ഫഅൽതുമൂഹു തഹാബത്തും, അത് നിങ്ങൾ നേരെ ചൊവ്വേ ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കും, ഇഷ്ടം വർദ്ധിക്കും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്ക് സലാം പറയൽ വ്യാപിപ്പിക്കുക. അപ്പൊ സലാം പറയുന്നത് കേവലം ഒരു സംഗതിയല്ല, അത് ഞാനൊരു മുസ്ലിമാണ്,
ഇതെന്റെ മുസ്ലിം സഹോദരനാണ്. ആ ആത്മാർത്ഥമായ ആദർശ ബന്ധുത്വത്തെ വിളംബരത്തിയാണ്. സലാം പറയരുത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് വെറുക്കണമെന്ന് പഠിപ്പിക്കണം. വെറുപ്പ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടി രക്ഷപ്പെടില്ല. സലാം പറയരുത്, കൂടരുത്, കാണരുത് എന്ന് പറയുന്നിടത്ത് ഇസ്ലാമിന്റെ അധ്യാപനത്തിനെതിരാണ്. ആര് പറഞ്ഞാലും ശരി, അത് വെറുപ്പ് പ്രചരിപ്പിക്കണം. ആ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വെറുപ്പ് തിന്നുന്ന, വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരും മുസ്ലിമായി കരുത്തോടെ ജീവിക്കില്ല മണ്ണിൽ. അവര് സംഘപരിവാരത്തെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതും നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളയുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണെങ്കിൽ മുഖദ്ദിലെ ഓതി വെച്ച സൂക്തം വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞാൽ ഖസസ് 5-ാമത് വചനം, മണ്ണിൽ ദുർബലരായി മർദ്ദരായി ജീവിക്കുന്ന വിഭാഗം ആരായിരുന്നാലും ശരി, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ആര് ഉദ്ദേശിക്കുന്നു? അള്ളാഹ് ഉദ്ദേശിക്കുന്നു. മർദ്ദരുടെ കൂടെ അള്ളാഹ് ഉണ്ടെന്ന്, നമ്മുടെ കൂടെ അള്ളാഹ് ഉണ്ടെന്ന്. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടാവണം. അള്ളാഹുവിന്റെ കൂടെ നമ്മൾ കഴിയുകയും വേണം. അവരൊക്കെ നേതാക്കന്മാരാക്കി മാറ്റാൻ നാം ഉദ്ദേശിക്കുന്നു. അവരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അനന്തരാവകാശികൾ. ജനിച്ച മണ്ണിനെ അനന്തരമെടുക്കാൻ നമുക്ക് കഴിയും. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ നമുക്ക് കഴിയും. വിശ്വാസത്തിന്റെ കരുത്തിൽ നമ്മൾ ബലമുള്ളവരായിട്ട് മാറണം. ആ കരുത്ത് നമുക്ക് പ്രതീക്ഷ നൽകണം. അതുകൊണ്ട് ശത്രുവിന്റെ തിട്ടൂരങ്ങളെ ഭയപ്പെടാതെ ഏതവസ്ഥയിൽ ശത്രുവിന്റെ മുഖത്ത് നോക്കി വരെ കവിത എല്ലാം കഴിഞ്ഞ ഹുബൈബിന്റെ മാതൃക പോലെ ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ് അടിച്ചു കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞ് മരിച്ചു പോയ ഉത്തരേന്ത്യയിലെ സഹോദരന്മാരെ നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോയിൽ കാണാം. ആ ഈമാനികമായ കരുത്ത് വലിയ ഒരു സംഗതിയാണ്. ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വർദ്ധിക്കുന്ന സംഘപരിവാരം ഒന്നിനു പിറകെ ഇങ്ങനെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഈ പാഠത്തിന് നമ്മുടെ സാമൂഹ്യ അവസ്ഥയിലും നമ്മുടെ സാമൂഹിക കാലത്തിനും വലിയ പ്രസക്തിയുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിൽ കരുത്തരായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവിടെ ബർസഖിലെ ജീവിതം സ്വർഗീയ അനുഭൂതികൾ എന്ന ജീവിതമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. രോഗാവസ്ഥയാൽ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പൂർണ്ണമായ ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അള്ളാഹു നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين.